നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ശരീഅത്ത് നിയമം പൊതു സിവിൽ നിയമം വരുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ മലയാളിയായ സഫിയ, അതെ, പി എം സഫിയ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, JB പദ്രിവാല, മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ചിൽ വന്നു. അവർ വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് കരുതി അടിയന്തര നോട്ടീസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. സഫിയ പറയുന്നു, ഞാൻ മുസ്ലിമാണ്, പക്ഷേ ഞാൻ ശരീഅത്ത് നിയമം അംഗീകരിക്കുന്നില്ല, അതിലെനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കൾ കിട്ടേണ്ടത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശം എന്ന മതേതര നിയമപ്രകാരമാണ്, ശരീഅത്ത് നിയമപ്രകാരമല്ല. സഫിയ മറ്റൊന്നുകൂടി പറയുന്നു, എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളുടെ 1/3 മാത്രമേ എനിക്ക് അവകാശപ്പെട്ടതായിട്ടുള്ളൂ. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മരണശേഷം എൻ്റെ മകൾക്ക് അത് കിട്ടില്ല, അത് അച്ഛൻ്റെ സഹോദരന് പോകും. ഇത് അനീതിയാണ്. ഞാൻ ഈ നിയമത്തിൽ, ഈ ശരീഅത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിമായി ജനിച്ചുപോയി എങ്കിലും എനിക്ക് ബാധകമാക്കേണ്ടത് ഇന്ത്യയിലെ പൊതു നിയമമായ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് എന്ന് പറയുന്ന ഒരു കേസാണിത്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, കാനോനിക നിയമപ്രകാരം ക്രിസ്ത്യാനികളുടെ സ്വത്തവകാശം വീതിച്ചു കൊടുക്കുന്ന കേസ്, അതാണ് മേരി റോയുടെ കേസ് സുപ്രീം കോടതിയിൽ വന്നത്. മേരി റോയുടെ കേസിൽ കാനോനിക നിയമമല്ല ഇന്ത്യൻ ക്രൈസ്തവരെ ബാധിക്കുന്നത് ഇന്ത്യൻ നിയമമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ ശരീഅത്തിൻ്റെ അടിവേരറക്കുന്ന ഒരു ഹർജിയാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. 3 അംഗ ബെഞ്ച് അതിൽ അടിയന്തര നോട്ടീസിന് ഉത്തരവിട്ടിരിക്കുന്നു. സാർ ഈ പെറ്റീഷൻ വായിച്ചു കാണുമല്ലോ? അതെ, ഇത് 1960 മേരി റോയ് കേസ് പോലെ തന്നെ ഒരു ലാൻഡ്മാർക്ക് കേസാകും എന്നാണ് തോന്നുന്നത്. കാരണം ഈ സഫിയ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെന്താ അസംബന്ധമാണെന്നാണ് ഞങ്ങൾക്ക് ആദ്യം തോന്നിയതെന്ന് ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ, ഇതൊരു നിർണായക പൊസിഷൻ, നിർണായക നിലപാടാണല്ലോ ഇത് ഉയർത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതാണല്ലോ ഒരു 3 അംഗ ബെഞ്ചിൻ്റെ മുമ്പിൽ ഇത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് അസംബന്ധമാണെന്ന് കരുതി വേണമെങ്കിൽ ഇത് തള്ളിക്കളയാം. ഇതിൽ കഥയൊന്നുമില്ല, നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ് ബാധകം, അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ. അങ്ങനെ മാത്രമല്ല, വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ദർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം ഇതിൻ്റെ അകത്തൊരു ലീഗൽ വോയിഡ് ഭരണഘടന സംബന്ധിച്ചും സക്സഷൻ ആക്ട് സംബന്ധിച്ചും ശരീഅത്ത് നിയമം സംബന്ധിച്ചും ഉണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ സഫിയ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, എക്സ് മുസ്ലിം. അവരുടെ ബാപ്പയും വിശ്വസിക്കുന്നില്ല, രണ്ടുപേർക്കും. കാരണം ബാപ്പയും മകളും തമ്മിൽ ഡിസ്പ്യൂട്ടൊന്നുമില്ല. അവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ഇന്ത്യൻ സക്സഷൻ ആക്ട് വെച്ചിട്ട് ഒരു സെക്യുലർ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ഷുക്കൂർ വക്കീല് വീണ്ടും വിവാഹം ചെയ്തല്ലോ. കാരണം വെറുതെ ബ്രദേഴ്സിനൊന്നും സ്വത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്ന നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ഒരുപാട് കുടുംബങ്ങൾ 50-ാം വയസ്സിലും 60-ാം വയസ്സിലും ഈ അടുത്തിടയ്ക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വീണ്ടും വിവാഹം ചെയ്തു. സുനിലെ കെമാൽ പാഷ ചെയ്തിട്ടുണ്ടെന്ന് എന്നോടൊരാൾ പറഞ്ഞു, ഹൈക്കോടതി മുൻ ജഡ്ജി. അങ്ങനെ പല ആളുകളും അറിയപ്പെടുന്ന, സാറിന് അറിയാവുന്ന പല ആളുകളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പേര് പറയുന്നത്. അവർക്കറിയാം ഇത് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് വല്ലവർക്കും സ്വത്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? സ്വന്തം മക്കളില്ലേ ബ്രദേഴ്സിനൊക്കെ? യഥാർത്ഥത്തിൽ മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന, മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ അനീതി മാറ്റാനല്ലേ മോദി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നത്? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ അകത്തെ കുറേ പ്രശ്നങ്ങൾ അവസാനിക്കും. ഇതിൻ്റെ അകത്ത് 2 പോയിൻ്റാണ് ഈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാണിച്ചത്. ഇത് പ്രശാന്ത് പത്മനാഭൻ, മലയാളി തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്, ഇവർക്ക് വേണ്ടി ഹാജരാകുന്നത്. അതായത്, ഒന്ന്, മുസ്ലിം ആയാൽ വ്യക്തി നിയമമാണ് ബാധകം എന്നാണ് സക്സഷൻ ആക്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം നിയമമായാൽ വ്യക്തി നിയമമാണെന്ന് ശരീഅത്ത് ആക്ട് 1937 ശരീഅത്ത് ആക്ടിൻ്റെ ആർട്ടിക്കിൾ 32 സെക്ഷൻ 3 അതിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ആയാൽ വ്യക്തി നിയമമാണ് ബാധകം. പക്ഷേ ഒരു ഉപാധിയുണ്ട്, ഈ ബാപ്പയായാലും മോളായാലും അത് അംഗീകരിക്കുന്നുണ്ട് എന്നൊരു ഡിക്ലറേഷൻ കൊടുക്കണം, എഴുതി കൊടുക്കണം. അത് എഴുതി കൊടുക്കാത്തിടത്തോളം അത് ഈ ബാപ്പയ്ക്കും മകൾക്കും ബാധകമല്ല. അവരാ അംഗീകരിക്കുന്നതായിട്ട്
ശരീഅത്ത് നിയമം അംഗീകരിക്കുന്നതായിട്ട് ഇതുവരെ ഒരു സ്ഥലത്തും ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല. ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉണ്ട്. കാരണം ശരീഅത്ത് നിയമപ്രകാരം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ, സ്വത്ത് വീതം വെക്കുന്നെങ്കിൽ അത് അംഗീകരിക്കുന്നു എന്ന് ആളുകൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം, എങ്കിലേ ബാധകമാവുള്ളൂ. ഇതുവരെ ശരീഅത്ത് നിയമപ്രകാരം സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കാതിരുന്നൊരവസ്ഥയുണ്ട്. സ്ത്രീകൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അതെല്ലാം തെറ്റാണെന്ന് വരും ഒരു പക്ഷേ. അങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിൽപത്രം, ദത്തെടുക്കല്, പിന്നെ പൈതൃകം, പിന്തുടർച്ചാവകാശം, അതിനൊക്കെ ഈ ഡിക്ലറേഷൻ ആവശ്യമായിരുന്നു. ശരീഅത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ബാപ്പയും മക്കളും എഴുതി കൊടുക്കണമായിരുന്നു. ഇവർ കൊടുത്തിട്ടില്ല. മറ്റുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും, സ്ത്രീകൾക്ക് പോലും അറിയില്ല. ശരീഅത്ത് നിയമം അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ തങ്ങൾക്ക് ഇത് പ്രകാരമുള്ള അനീതിക്ക് തങ്ങൾ ഇരയാവൂ, അല്ലെങ്കിൽ തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഒന്നാമത്തെ പോയിന്റായിട്ട് അദ്ദേഹം ഇത്രയും ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം ഇത് പഠിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളോ, അതായത് സഫിയയോ സഫിയയുടെ ബാപ്പയോ അങ്ങനെ ചെയ്തിട്ടില്ല, ഡിക്ലറേഷൻ എഴുതി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ശരീഅത്ത് നിയമം ബാധകമല്ല. ഒന്നാമത്തെ പോയിന്റ്. അവിടെ ശരീഅത്ത് മറഞ്ഞുപോയല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പൊ സക്സഷൻ ആക്ട് ബാധകമാക്കാമല്ലോ, സെക്യുലർ ആക്ട്. അങ്ങനെ ചെയ്യുമ്പോ അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന്, ഇന്ത്യൻ സക്സഷൻ ആക്ട് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് ആ സക്സഷൻ ആക്ടിന്റെ സെക്ഷൻ 58 പറഞ്ഞിരിക്കുന്നു. അതാണ് തടസ്സം. അതാണ് തടസ്സം. അപ്പൊ സെക്യുലർ നിയമത്തിന്റെ അകത്ത് ഇങ്ങനൊരു സാധനം, മതസാധനം പറഞ്ഞിരിക്കുന്നു. അതെടുത്ത് കളഞ്ഞാൽ പ്രശ്നം തീർന്നു. അതെടുത്ത് കളയണം. അപ്പൊ അതിന് ഭേദഗതി കൊണ്ടുവരണം. ഭേദഗതി കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് ഇത് പോകുമായിരിക്കും. അപ്പൊ അതിനെ ഇവര് ബുദ്ധിപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സക്സഷൻ ആക്ടിന്റെ 58 ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളത് ഇവർ ചലഞ്ച് ചെയ്തിട്ടില്ല. ഈ കേസിൽ സഫിയ ചലഞ്ച് ചെയ്തിട്ടില്ല. എങ്കിലും ഞങ്ങൾ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. കാരണം ദർ ഈസ് എ ലീഗൽ വോയിഡ്. അവിടെ അത് റീഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമുണ്ട് എന്ന് സുപ്രീം കോടതി പ്രാഥമികമായി പ്രഥമ ദൃഷ്ടിയ പറഞ്ഞിരിക്കുന്നു. മേരി റോയ് കേസ് പോലെ, ഷാബാനു കേസ് പോലെ വളരെ നിർണായകമായ ഒരു കേസായി സഫിയ കേസ് മാറാൻ പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇതിന്റെ പ്രാധാന്യം സുപ്രീം കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. സീസ്ഡ് ഓഫ് ദ ഇമ്പോർട്ടൻസ് എന്ന് പറയില്ലേ. ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി മുഖം കാണിക്കാൻ പോലും, തലമുടി കാണിക്കാൻ പോലും അവകാശമില്ലാതെ അടിച്ചൊതുക്കി ഒരു മൂലക്കിട്ടിരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു വലിയ വിപ്ലവകരമായ കേസായി ഒരുപക്ഷെ സഫിയയുടെ, മേരി റോയിയെ പോലെ തന്നെ ഒരു വലിയ ഷാബാനുവിനെ പോലെയൊക്കെ വലിയ താരമായി സഫിയ മാറാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇത്രയും പ്രാഥമികമായ ചീഫ് ജസ്റ്റിസ്, 3-അംഗ ബെഞ്ചാ, വെറുതെ സിംഗിൾ ബെഞ്ചിലേക്കൊന്നും വിട്ടിട്ടില്ല. കേസിന്റെ നോട്ടീസ് അയക്കുന്ന വേളയിൽ തന്നെ ഇത്രയും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തണമെങ്കിൽ ഈ കേസ് എത്രമാത്രം ഗുരുതരമായ സുനിൽ പറഞ്ഞപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, എപ്പോഴും രാഷ്ട്രീയം കാണുന്നുണ്ട് എല്ലാത്തിലും. എനിക്ക് തോന്നിയത് കേരളത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് സുപ്രീം കോടതി. കേരളം ഇതിൽ എന്ത് നിലപാടെടുക്കും? സെക്യുലർ ആയിരിക്കുമോ, പ്രീണന നയമായിരിക്കും? അല്ല, തീർച്ചയായിട്ടും പറയും, ഒരിക്കലും ഒരു കാരണവശാലും മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കരുത് എന്നായിരിക്കും കേരളത്തിൻ്റെ നിലപാട്. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. ഇന്ന് രാവിലെ സുപ്രീം കോടതിയിലുണ്ടായ സംഭവ വികാസങ്ങളാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും സുപ്രീം കോടതിയിൽ ലേഖകരുണ്ട്. ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ, ഇംഗ്ലീഷിലൊക്കെ ഈ വാർത്ത ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ നമ്മൾ ഈ ടോക്ക് ഷൂട്ട് ചെയ്യുന്നത് വൈകിട്ട് 6 മണി കഴിഞ്ഞാണ്. ഇതുവരെ ഭാഗ്യവശാൽ നമ്മുടെ ഒരൊറ്റ മാധ്യമത്തിലും ഒറ്റ ചാനലിലും ഒരു വരി പോലും ഇതേക്കുറിച്ച് പോകുന്നില്ല. അവർക്ക് ഭയമാണ്. അവർക്ക് ആര്യ രാജേന്ദ്രൻ, EP ജയരാജൻ ഒക്കെയാണ് പ്രധാനം. അവർക്ക് ഭയം മാത്രമല്ല, അവർ പ്രീണിപ്പിക്കുകയാണ്. അവർ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു നിയമവ്യവസ്ഥയുണ്ടെന്നും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്വത്ത് കിട്ടാതിരുന്നത് നിയമവിരുദ്ധമാണെന്നും നിങ്ങൾ ഈ ശരീഅത്ത് നിയമം അംഗീകരിക്കുന്നുവെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾ ഈ അനീതിക്ക് ഇരയാവുകയുള്ളൂ. അങ്ങനെ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഇന്ത്യൻ നിയമപ്രകാശം സ്വത്തിന് ക്ലെയിം ഉണ്ടെന്നുണ്ട്. നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം, സ്വത്ത് കിട്ടും. അതാണ് വസ്തുതയെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ജാഗ്രത ബഹുകേമം തന്നെ. മുസ്ലിം സ്ത്രീകൾ ഏതായാലും ഉണരുന്നു. നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ,
മുസ്ലിം സ്ത്രീകൾ ഉണരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനായിട്ട് അനുവദിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? കാരണം ഇൻഡിപെൻഡന്റ് പൊസിഷൻ മുസ്ലിം സ്ത്രീകൾ എടുക്കുന്നു എന്നാണല്ലോ അപ്പോഴും പറഞ്ഞത്. അങ്ങനെയാണ് സഫിയയുടെ കേസും. ഈ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതെപ്പോഴായാലും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഉറപ്പായും അവർക്ക് ഒരുപാട് കാലം പതുക്കി വെക്കാൻ പറ്റില്ല. കുറച്ചുകൂടി നന്നായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ വിട്ടതിന് ശേഷം അവർ ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിതരായേക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീമിന് എന്ത് പറ്റി, ആ 34 കോടി രൂപ എവിടെ എന്ന് ചോദിച്ച് നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങൾ പതുക്കെ അതിന് മറുപടിയുമായി വന്നിട്ടുണ്ട്. അല്ല, അവർ പറയണമല്ലോ, കാരണം അവർ ഉത്തരവാദികളായിരുന്നു, അവരാണ് ക്യാമ്പയിൻ ചെയ്തത്. അതെ, അവരോടുള്ള നമ്മുടെ ചോദ്യത്തിന് അവരിപ്പോൾ മറുപടി പറഞ്ഞു. ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് പല മാധ്യമങ്ങളിലും ആ പൈസ ഇൻ്റെടുത്തുണ്ട്, നടപടികൾ നീങ്ങുകയാണ്, റഹീം ജീവനോടെ ഉണ്ട് എന്നൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ വീഡിയോ വന്നതിന് ശേഷമെങ്കിലും ഏഷ്യാനെറ്റും കൈരളിയും മനോരമയും 24-ഉം മാതൃഭൂമിയും ഒക്കെ സഫിയയുടെ ഈ നിർണായകമായ, അതീവ ഗുരുതരമായ, അതീവ പ്രാധാന്യമുള്ള ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ ആത്മാഭിമാനവും സത്വവും വീണ്ടെടുക്കുന്ന ഒരു കേസിനെ കുറിച്ച് പറയട്ടെ. മീഡിയ ഒന്നും പറയട്ടെ, അടുപ്പുകുട്ടി ചർച്ചയും നടക്കട്ടെ. അതെ.